ഗുഡ് മോർണിംഗ്. വർക്കേഷൻ്റെ ഡേ 1 തിങ്കളാഴ്ച. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ TinsoBro. ഞാനാണ് നിങ്ങളുടെ അഖിത. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഞങ്ങളൊരു വർക്കേഷൻ പരിപാടിയായിട്ട് വന്നതാണ്. അതായത് വർക്കും വെക്കേഷനും രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരാഴ്ച തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. അത് ആണ് നമ്മൾ താമസിക്കുന്ന വീട്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. നമ്മുടെ കാറൂടെ പാർക്ക് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നല്ല ചൂടാണ്. വണ്ടി വെയിലത്ത് കിടന്നതെന്ന് തോന്നുന്നു, എന്നാലും പുറത്ത് വെയിലിനൊക്കെ നല്ല ചൂടാണ്. എന്തായാലും ചൂട് തന്നെ. അപ്പൊ രാവിലത്തെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മളൊരു ചായക്കുള്ള സെറ്റപ്പാണ്. ഞങ്ങളുടെ അടുത്ത് ചായ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ നമുക്ക് നോക്കട്ടെ. ഒരു ചായ കിട്ടുമോ നോക്കട്ടെ, കാണാം. സംഭവം എന്ന് വെച്ചാൽ 10:30 ആകുമ്പോഴത്തേനും അഖിതയ്ക്ക് വർക്കിന് കയറണം. അതാണ് ഒരു കൺസ്ട്രെയിൻറ്റ്. സോ വിൽ സി, നോക്കാം. വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് ഇതേ ഒന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ളത് ക്ലീനിങ് ആണ്. ഇതാണ് നമ്മുടെ വീട്. അഖിത വർക്കിന് ഇരിക്കാൻ ഇനി ഏകദേശം 15 മിനിറ്റ് മാത്രം. 15 മിനിറ്റ് വർക്ക് ഡെസ്ക് സെറ്റപ്പ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പണി തുടങ്ങിയാണ് ക്ലീനിങ്. ഓക്കെ സുഹൃത്തുക്കളെ, അത് ഇതാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്. അഖിതേൻ്റെ വർക്ക് സ്റ്റേഷൻ റെഡിയാണ്. ഇനി അടുത്തത് എനിക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ ബാക്കി റൂമുകളെല്ലാം സെറ്റാക്കണം. അതിനുശേഷം എനിക്ക് എൻ്റെ വർക്ക് സ്റ്റേഷൻ സെറ്റാക്കണം. കാണാം. ഓക്കെ, ഇന്ന് വർക്കേഷൻ ട്രിപ്പിന്റെ ഡേ 1 ആണ്. അപ്പം വർക്ക് സ്റ്റേഷൻ സെറ്റാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. അഖിത ഓൾറെഡി വർക്കിംഗ് ആണ്. ഇപ്പം സമയം 1 മണിയായി. ഇനി എനിക്ക് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ലഞ്ച് ഓർഡർ ചെയ്യുക, 2 യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുക, ഇന്നലെ ഇവിടം വരെ എത്തിയതിൻ്റെ. 3-മത്തെ ഇനി പോകേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കുക. വൈകുന്നേരം കൃത്യം 5 മണി വരെ സമയമുണ്ട്. 5 മണി 5:30 ആകുമ്പോൾ ഞങ്ങളിവിടെ അടുത്ത പരിപാടി കയറുന്നു. നമുക്ക് നോക്കാം ഇന്നെന്താ അഡ്വഞ്ചേഴ്സ്. അപ്പം വൈകുന്നേരം കാണാം. പിന്നെ നമ്മൾ ഇത് ഡെയിലി വ്ളോഗ് ആയതുകൊണ്ട് നമ്മുടെ കമൻസിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങളുടെ ഓപ്ഷൻസ്, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ശരി, ഈവനിങ് റോഡിൽ കാണാം. ഓക്കെ, സമയം 5:40 ഇത് വർക്കേഷൻ്റെ ഒന്നാമത്തെ ദിവസം വൈകുന്നേരം. വർക്കേഷൻ 1-ാമത്തെ ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയത്. ലാപ്ടോപ്പ് പിടിച്ചോണ്ടാണ് ഇറക്കം. ആദ്യമായിട്ടാണ് തലേദിവസം എടുത്ത വീഡിയോ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കഴിച്ച്. എല്ലാം ഒരു ശ്രമം തന്നെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങളെല്ലാം ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം നമ്മൾ വേളിയല്ലേ, വേളിയിലേക്ക് പോകാനുള്ള ശ്രമത്തിൽ. ഓക്കെ, അവർ കൂടുതൽ വിശേഷങ്ങളുമായി റോഡിൽ കാണാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വഴി പറഞ്ഞുതരാം. നമ്മളിപ്പം വേളിക്ക് മാപ്പിട്ടിരിക്കുകയാണ്. 12 മിനിറ്റ് കൊണ്ട് വേളിക്ക് എത്താൻ 5.4 കിലോമീറ്റർ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വൈകുന്നേരത്തിന് ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്കേഷൻ്റെ 1-ാമത്തെ ദിവസം നമുക്ക് ചെറിയ ഹിക്കപ്സ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താണെന്ന് ഞാൻ പറയാം. പ്രോബ്ലം നമ്പർ 1, അതായത് നമുക്ക് ടൈമിന് ചെറിയൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അതായത് രാത്രി 12 മണിക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വർക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സാറ്റർഡേ മോർണിംഗ് വരണം. അപ്പൊ നമുക്ക് വന്ന് ഇവിടെ സെറ്റിലായി നമുക്ക് സൺഡേ ഒരു ഫുൾ ഡേ എടുത്തിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ പറ്റും. അതെ, ആ പരിപാടി നടക്കും. ഇനി പ്രോബ്ലം നമ്പർ 2, ഞങ്ങളുടെ താമസിച്ച വീട് ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് കുറച്ച് കൂടുതൽ സമയം ചിലവാക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഫ്രണ്ട് അടച്ചിട്ടിരിക്കുന്ന വീടായിരുന്നു. കുറച്ച് നാളായിട്ട് അടച്ചിട്ടിരിക്കുന്ന വീടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടത് ഒരു ചെറിയ സമയം കുറച്ച് ഇതായി. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ല രസമായിട്ട് ക്ലീൻ ചെയ്തു. വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒരു ഇച്ചിരി ഡിലേ ആയി. അപ്പം വീഡിയോ എഡിറ്റിംഗ് ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ അഖിതേ, നമ്മുടെ അടുത്ത പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞോളൂ. അടുത്ത പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സകലമാന ചട്ടിയും കലവും ഒക്കെ എടുത്ത് പെറുക്കി കൂട്ടി കുക്കറും ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ ഒരു മേജർ കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ വിട്ടുപോയി.
നമ്മുടെ ഇൻഡക്ഷൻ വർക്കിംഗ് ആയിരുന്നില്ല. അത് വർക്ക് ചെയ്യാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ സ്വിഗ്ഗിനെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതെ, സ്വിഗ്ഗി ടൊമാറ്റോ പ്ലീസ് വർക്കേഷൻ ചെയ്തവർക്ക് കുറച്ച് ഓഫറുകൾ തരൂ. ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ഇന്റർനെറ്റ്. ഞങ്ങൾ ഇന്റർനെറ്റ് ഡിവൈസ് ജിയോ ഡിവൈസ് എടുത്തിട്ടല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ ജിയോ ഫോണിൽ നമ്മുടെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതെ, നമ്മുടെ വയനാട്ടിൽ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ ആയപ്പോൾ തന്നെ അതിന് നല്ല സ്പീഡ് കുറഞ്ഞു. എന്നുള്ള തരത്തിൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വന്നിരിക്കുകയാണ്. അപ്പോൾ ശരി, നമുക്ക് എക്സ്പ്ലോറേഷനിൽ കിടക്കാം. നമ്മൾ വേലി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. വേലി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പാർക്കിങ്ങിലേക്ക് ജസ്റ്റ് പോകുന്നു. 6:30 വരെ ടിക്കറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കിനി ഏകദേശം 25 മിനിറ്റ് ഉണ്ട്. നമ്മൾ പോകുന്നു. ഓക്കെ, ലെറ്റ് സി. വേറെ സങ്കട വാർത്ത, യുവർ ബാറ്ററി ഈസ് റണ്ണിങ് ലോ, ക്ലോസ്. ഇനിയും കുറേ നേരം കൂടെ ഇത് എൻകോഡ് ആകാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അപ്ലോഡിങ് നമ്മുടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. സാരമല്ല, നമ്മൾ ഇനിയും അടുത്ത പ്രാവശ്യം ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൊച്ചുവേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ലെറ്റ്സ് ഗോ. ടൈമില്ല. ഓക്കെ സുഹൃത്തുക്കളെ, 20 രൂപ ടിക്കറ്റ്. എൻട്രി 7 മണി വരെ അല്ലേ? ഓക്കെ, ഇതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. നമുക്ക് വാട്ടർ സ്പോർട്സിലേക്ക് പോയാലോ? പോലെ ഓക്കെ. ഇതാ റെയിൽ പാളമൊക്കെ ഉണ്ട് കേട്ടോ. വ്യൂ കാണിക്കാം. വ്യൂ ഓ, ഇത് ആ കാണുന്നതാണ് വേലി ബീച്ച്. ഇതാണ് വേലി വില്ലേജ്. ശാന്തസുന്ദരം. ഓക്കെ ഗൈസ്, ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. ടൈമിംഗ് 10 AM to 5 PM. ഓക്കെ, സഫാരി ബോട്ട് പെർ പേഴ്സൺ 100, സ്പീഡ് ബോട്ട് മാക്സിമം 4000 രൂപ. നല്ല രസമുള്ള ആൽമരൊക്കെ ഉണ്ട് ഇവിടെ. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. വേദികയാണ്. ലൈക്ക് ഇതൊരു ആംഫി തിയേറ്റർ സെറ്റപ്പ്. അവിടെ കുറേ ഡാൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമ്മളിവിടെ ഇരുന്ന് കാണുന്നു. അടിപൊളി. ഇതിൻ്റെ പേരാണ് ഇൻഫിനിറ്റി. ഇത് കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിങ്ങനെ വൈകുന്നേരമൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഭയങ്കര നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത്രയും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്ക് ഞാൻ കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ മിനിയേച്ചർ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അത് ബീച്ച് വരെ ചെല്ലും. പക്ഷെ ഇപ്പോൾ ബീച്ചിലേക്ക് അവർ താൽക്കാലികമായിട്ടൊന്ന് നിരോധിച്ചിരിക്കുകയാണ്, ഫർണസ് ഓയിലൊക്കെ പടർന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ വാട്ടർ സ്പോർട്സ് ഉണ്ട്. അതൊരു 5 മണി വരെയാണ് വാട്ടർ സ്പോർട്സിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഒരു ആംഫി തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. അവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഭയങ്കര അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നമുക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ ഇത്? ശരിക്കും ഭയങ്കര റിലാക്സിങ്. നല്ല കിളികളൊക്കെ ഉണ്ട്, കുറേ രസമായിരിക്കും. രാവിലെ എത്ര മണിക്കാവാ തുറക്കുന്നത്? രാവിലെ ഇവിടെ വരാൻ നല്ല രസമായിരിക്കുമല്ലോ. ഓക്കെ സുഹൃത്തുക്കളെ, സമയം 7 മണിയായി. 7 മണിയായ ഇവിടെ ഫുള്ള് വിസിലടിയാണ്. എല്ലാവരും ഇവിടെ നിന്ന് തുരത്തും കേട്ടോ, സെക്യൂരിറ്റി. അപ്പോൾ ശരി, ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. അടുത്ത സ്ഥലത്ത് കാണാം. ഇതാ സുഹൃത്തുക്കളെ, ഇത് അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ. അപ്പോൾ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളോട് തന്നെ ഏകദേശം 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതെന്തെല്ലാമെന്ന് പറഞ്ഞുതരാം. ചോദ്യം 1, വേറെ യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയത് എന്ന്? ഉത്തരം അഖിത പറയും.
അല്ല. ഒറ്റ വാക്കിലുള്ള ഉത്തരവാണെങ്കിൽ അല്ല. കാരണം നമുക്കിപ്പോൾ ഒരു കൊറോണ സമയത്ത് നമ്മുടെ ടൈം എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഞങ്ങൾക്ക് ഈ ഒരു ആലോചന വരുന്നത് തന്നെ. കാരണം നമ്മുടെ ലൈഫ് ഭയങ്കര റുട്ടീനായിപ്പോയി. കാരണം വീട്ടിൽ വർക്ക്, അത് കഴിഞ്ഞ് എല്ലാം സെയിം റുട്ടീൻ. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻസ് വേണമെന്ന് ചിന്തിച്ചു. അതിനിടയ്ക്കാണ് നമ്മുടെ റോണി ആൻഡ് ബാർട്ടി എന്നൊരു ചാനലുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അവരുടെ ഒരു സോൾട്ട് റേസ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ്സ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതുപോലെ ജീവിക്കണമെന്ന് തോന്നി. കാരണം ഓരോ സ്ഥലത്ത് പോയി ആ കൾച്ചർ അറിഞ്ഞ്, എന്നിട്ട് അവിടെ അവരൊന്നും ചെയ്യുന്നില്ല, അവിടെ താമസിക്കുവാണ് കുറേ നാൾ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വർക്ക് കളഞ്ഞ് അങ്ങനെ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അതുകൊണ്ട് വർക്കും വെക്കേഷനും ഒരുമിച്ച് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ വർക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിച്ചത് ഈ ട്രിപ്പിന് പോകാനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നാണ്. കാരണം ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങളുടെ തന്തൂരി പ്രോൺസ് റൈഡ് കഴിഞ്ഞ് അതിന് ഏകദേശം 60,000 രൂപ ചിലവായി ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ട്രിപ്പ് ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമുക്ക് 10,000 രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ഇട്ടത്. ഈ 10,000 രൂപയിൽ 5,000 രൂപയുടെ അടുത്ത് വരെ നമ്മുടെ പെട്രോൾ ചിലവുകൾ മാത്രമാണ്. കാരണം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കാറിനാണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ചിലവാണ്. നമ്മൾ ഇത്ര നാൾ ബൈക്കിന് പോയ പോലെയല്ല. വർക്കിന് ആവശ്യമായ ഇലക്ട്രോണിക് ലാപ്ടോപ്പ്, അങ്ങനെ മോണിറ്റേഴ്സ്, പിന്നെ നമുക്ക് ക്യാമറ, ആക്സസറീസ്, ഇങ്ങനെ എല്ലാവരും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഞങ്ങൾക്കൊരു മേജർ അഡ്വാൻറ്റേജ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ 10,000 രൂപയുടെ ബഡ്ജറ്റാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഫുഡ് ഞങ്ങൾ വെച്ചുണ്ടാക്കാനായിരുന്നു പ്ലാൻ. അതാകുമ്പോൾ നമുക്ക് അതിലും ചിലവ് കുറയ്ക്കാലോ എന്നായിരുന്നു. കാരണം വൈകുന്നേരങ്ങളിൽ മാത്രം ട്രിവാൻഡ്രത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. രാവിലത്തെയും ഉച്ചക്കലത്തെയും നമ്മൾ വെച്ചുണ്ടാക്കി കഴിക്കുന്നു. അതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയും കല്ലും സകല പ്രഷർ കുക്കറൊക്കെ ആയിട്ട് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇൻഡക്ഷൻ കേടായി പോയി. അടുത്ത ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചത് ഇത് പോകാൻ ഇത് കറക്റ്റ് സമയമായിരുന്നോ എന്നുള്ളതാണ്. കാരണം കൊറോണയുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിപ്പോൾ തന്നെ പോകണമെന്ന് ചിന്തിച്ചതിൻ്റെ റീസൺ, നമുക്ക് കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് ഡെയിലി ഓഫീസിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ആണ്, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ഫ്രം ഹോം ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വർക്ക് ഫ്രം വെക്കേഷൻ ആക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നു, വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ വർക്കിൽ ഒരു കോംപ്രമൈസും പാടില്ല കേട്ടോ. കാരണം വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ 10 to 6 വർക്ക്, അതിൽ 10 to 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരവും നമുക്ക് സമയമുണ്ട്, രാവിലെയും നമുക്ക് സമയമുണ്ട്. എക്സ്പ്ലോർ. ഇതുവരെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ മൊമെൻറ്റ് ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഞങ്ങൾ റെഡി, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. നമ്മൾ വേളി ബീച്ചിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ഇങ്ങനെ കണ്ടതാണ്, അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ കണ്ടതാണ് സെൻറ് തോമസ് ചർച്ച്. അപ്പോൾ അവിടെ പള്ളിപ്പെരുന്നാളാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പെരുന്നാൾ ഭയങ്കരമായിട്ട് മിസ്സായി വീട്ടിലത്തെ. കാരണം തൃശ്ശൂർ അമ്പൂരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് പരിപാടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെണ്ടകൊട്ടോ വെടിക്കെട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഈ പറയുന്ന പെട്ടിക്കടയും ഞങ്ങൾ ശരിക്കും പള്ളിയിൽ അവിടെ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും പെട്ടിക്കടയിലൊക്കെ പോയി എല്ലാ കസിൻസിനും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇങ്ങനത്തെ. പിന്നെ കൊരട്ടിപ്പള്ളിയിൽ പോകുമ്പോഴാണ് ഇതേപോലെ പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ഉള്ള കടകൾ നിറച്ചുണ്ടാവും. കൊരട്ടിപ്പള്ളിയിലത്തെ പെരുന്നാൾ എല്ലാ വർഷവും മുടങ്ങാതെ പോകും അവിടെ. അപ്പോൾ അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇപ്രാവശ്യം. കാരണം കൊറോണയായിട്ട് ഒരു പള്ളിയിലും പെരുന്നാളിന് പോയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഫുഡ് എക്സ്പ്ലോറേഷൻ ആണ്. നമ്മളിപ്പോൾ ഹോട്ടൽ റഹ്മാനിയാസ് കേത്തൽ ചിക്കൻ കഴിക്കാനായിട്ട് പോവുകയാണ്. സ്ഥലത്തിന്റെ പേര് ഏതാ? ചാളയു മാർക്കറ്റ്. ഇനി 21 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ ഫുഡിൽ ഹോട്ടലിൽ വെച്ച് കാണാം. അതെ, ശരിക്കും ഞങ്ങൾ ഈ വർക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം അതിഭീകരമായ രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെ കേട്ടോ ഇത്. അടിപൊളിയാണ്, രസമാണ്. റുട്ടീൻ എന്നൊക്കെ മാറി ഒരു ചലഞ്ച് ഉണ്ട്, ഒരു എക്സ്പ്ലോറേഷൻ മൂഡുണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുടെ മിക്സ് ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് ഒരു മൊമെന്റ്സ് കാണാം. ഇതാണ് ചാല മാർക്കറ്റ്.
പകൽ സമയത്ത് വരുവാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ മാർക്കറ്റ് ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് ഇതാണ് സെക്രട്ടേറിയറ്റ്. ഓ ഇപ്പൊ നമ്മുടെ റഹ്മാനിയ ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി കേത്തൽ ചിക്കനൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി. ഞങ്ങൾ രണ്ടുപേരും കൂടി 24 പീസ് കൂടെ കഴിച്ചു. 12 പീസ് 500 റുപ്യ രണ്ടുപേർക്കൂടെ. നല്ല നാരങ്ങ വെള്ളമാണ് അവർ തരുന്നത്. അത് എത്ര വേണമെങ്കിലും തരും. അതെ, എത്ര വേണമെങ്കിലും തരും. പിന്നെ അടിപൊളിയാണ്. നല്ല അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ പൊളിയായിരുന്നു. നല്ല ഒരു ദേശി ടേസ്റ്റ്, നല്ല പഞ്ചി ടേസ്റ്റ് ആണ്. പക്ഷെ അത്ര അങ്ങോട്ട് എരിവ് അങ്ങോട്ട് കുത്തി കയറുന്ന എരിവ് അല്ല താനും. നാരങ്ങ വെള്ളം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ചപ്പാത്തി കിട്ടും നമുക്ക്. 7 ചപ്പാത്തി അല്ല, നമുക്ക് 5 ചപ്പാത്തി. 5 ചപ്പാത്തി പിന്നെ അതിനൊരു ഗ്രേവിയും കിട്ടും. അതിനൊരു ഗ്രേവി ഓക്കെ. പക്ഷെ കേത്തൽ ചിക്കൻ അടിപൊളി ചിക്കൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ എക്സ്പ്ലോറേഷൻ നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി. ഇന്നത്തെ എക്സ്പ്ലോറേഷൻ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പം ഏകദേശം 10:30 ഇന്ന് ഞങ്ങൾ ഏകദേശം 45 കിലോമീറ്റർ കണക്ക് ഓടി. ഓക്കെ, അപ്പോൾ ശരി, റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ ആൻഡ് അഖിത. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ പരിപാടികളെല്ലാം ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വർക്കേഷൻ. നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സുകളിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ. ഞങ്ങളിത് ട്രൈ ചെയ്യുന്ന അടിപൊളി സംഭവമാണ്. ശരിക്കും ട്രൈ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു കൺഫ്യൂഷനോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു 1 വീക്കൊക്കെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ച്. ഫസ്റ്റ് ഡേ ഈസ് അടിപൊളി. അതെ. അപ്പോൾ ശരി, റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ ആൻഡ് അഖിത. ബൈ, മാസലാമ, സുലാൻ. അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. നാളെ രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും എക്സ്പ്ലോറേഷൻ. സുലാൻ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ രാവിലെ. അപ്പോൾ നാളെ അതെ, ഷട്ട് ഡൗൺ. അതെ, AC യുടെ കാറ്റ് പിന്നെ എങ്ങോട്ടടി പോണേ. അപ്പൊ നമ്മള് റഹ്മാനിയ ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി